ഇന്ന് കുറച്ച് സൂഡിയോ ബ്യൂട്ടി സ്റ്റോർ വിശേഷങ്ങളും പിന്നെ ചെറിയൊരു ഹോൾ വീഡിയോ ആയാലോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. സൂഡിയോയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടല്ലോ അല്ലേ. ഞാനും നിങ്ങളെപ്പോലെ ഒരു സൂഡിയോ കസ്റ്റമറാണ്. ഐ തിങ്ക് സൂഡിയോ ഒന്ന് ഫേമസ് ആവുന്നതിന് മുന്നേ തൊട്ടേ ഞാൻ സൂഡിയോ കസ്റ്റമർ തന്നെയാണ് കേട്ടോ. പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് സൂഡിയോ സ്റ്റോർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് സൂഡിയോ ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഐ തിങ്ക് അവരുടെ പ്രൊഡക്ട്സ് റീസണബിളി പ്രൈസ്ഡ് ആണ് ഫോർ ദി ക്വാളിറ്റി ദേ പ്രൊവൈഡ്. സോ അതുകൊണ്ട് തന്നെ സൂഡിയോ എനിക്കൊരു മന്ത്ലി വിസിറ്റ് സ്റ്റോറാണ്. ഞാൻ എല്ലാ മാസവും മുടങ്ങാതെ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു സൂഡിയോ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യും. വാങ്ങിക്കണം എന്നില്ല, ബിക്കോസ് ആ ഒരു സമയത്ത് എനിക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ഇഷ്ടപ്പെട്ടില്ല എന്നാണെങ്കിൽ ഞാൻ വാങ്ങിക്കില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് പോയി കാണണം. പുതിയ കളക്ഷൻസും പുതിയ മേക്കപ്സ് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക, അതൊന്ന് സ്വാച്ച് ചെയ്ത് നോക്കുക. ഐ ജസ്റ്റ് ഫൈൻഡ് ഇറ്റ് ടു ബി റിയലി എൻജോയബിൾ. യെസ്, ഓഫ് കോഴ്സ് സൂഡിയോയിലെ ക്ലോത്തിങ് എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ വാർഡ്രോബിൽ ഒരു 1/4 or 1/3 തന്നെ സൂഡിയോ പ്രോഡക്ട്സ് ആണെന്ന് പറയുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. എനിക്ക് സൂഡിയോ പ്രോഡക്ട്സ് ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. അതേപോലെ തന്നെ എനിക്ക് സൂഡിയോയിലെ മേക്കപ്പ് പ്രൊഡക്ട്സും ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ സൂഡിയോയിലെ മേക്കപ്പും ഐ തിങ്ക് ഇറ്റ്സ് പ്രിറ്റി ഗുഡ് ഫോർ ദി പ്രൈസ് ദേ ആർ ഓഫേർഡ് അറ്റ്. എനിക്കൊന്ന് അവർ ഓഫർ ചെയ്യുന്നതിൽ ഒരു 80% പ്രൊഡക്ട്സും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പക്ഷെ ഐ ഡോണ്ട് നോ വൈ ഞാൻ സൂഡിയോന് വേണ്ടി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതുവരെ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ പുതിയ സൂഡിയോ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ് വി ക്യാൻ ഡു എ ഫുൾ ഫേസ് ഓഫ് മേക്കപ്പ് ജസ്റ്റ് യൂസിങ് സൂഡിയോ പ്രോഡക്ട്സ്. സ്പീക്കിംഗ് ഓഫ് സൂഡിയോ ബ്യൂട്ടി പ്രോഡക്ട്സ്, ഇപ്പം സൂഡിയോ ഒരു ബ്യൂട്ടി സ്റ്റോർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സൂഡിയോ ബ്യൂട്ടി. എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചുകൂടി സൂഡിയോ അവരുടെ ബ്യൂട്ടി പ്രൊഡക്ട്സിലോട്ട് നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് പുതിയ ലോഞ്ചസ് എവറി മന്ത് അവർ പുതിയ ലോഞ്ചസ് ഇറക്കാറുണ്ട്. സോ മേ ബി സൂഡിയോ സ്റ്റോറിൽ അതിനുള്ള ലിമിറ്റേഷൻസ് ഓർ അത് വെക്കാനുള്ള ലിമിറ്റേഷൻ കൊണ്ടാണോ എന്നറിയില്ല, അവർ സൂഡിയോ ബ്യൂട്ടി എന്ന് പറഞ്ഞ് വേറെ സെപ്പറേറ്റ് സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ സൂഡിയോ ബ്യൂട്ടി സ്റ്റോർ ഞാൻ ഈ ഇടയ്ക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ലവ് ദി എക്സ്പീരിയൻസ്. ഞാൻ ആക്ച്വലി എക്സ്പീരിയൻസ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെർട്ടിക്കലി ഫിൽം ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ബിറ്റ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നി ആ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒരു 1 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കാനുള്ളതല്ല. ബിക്കോസ് ഐ thoroughly enjoyed being in that store. Of course, every beauty product available was under 300 rupees. 299 അകത്തായിരുന്നു എല്ലാ പ്രോഡക്ട്സും പ്രൈസ്ഡ്. ആൻഡ് ഒരുപാട് പുതിയ ലോഞ്ചസ് ഞാൻ അവിടെ കണ്ടു. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, ആ ഒരു ബ്യൂട്ടി സ്റ്റോറിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇറ്റ് വാസ് റിയലി നൈസ്. എനിക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ ഓഫ്ലൈൻ നേരിട്ടൊരു സ്റ്റോറിൽ പോയി സ്വാച്ച് ചെയ്ത് പ്ലേ അറൗണ്ട് വിത്ത് ദി പ്രോഡക്ട്സ് ദെൻ സെലക്ട് ദി വൺ യു ലൈക്ക്, ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഹൗ ഗുഡ് ഇറ്റ് മേക്സ് മീ ഫീൽ എന്നുള്ളത് എനിക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ആ ഒരു സൂഡിയോ ബ്യൂട്ടി സ്റ്റോറിൽ പോയപ്പോഴാട്ടോ. നല്ലൊരു വൈബ് സ്റ്റോറായിരുന്നു. ലൈക്ക് ഫുൾ വൈറ്റ് ആയിട്ട് നല്ലപോലെ എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസ്പ്ലേഡ് ആയിരുന്നു. നല്ലൊരു ലക്ഷൂറിയസ് കൈൻഡ് ഓഫ് ഫീൽ ആയിരുന്നു. അവിടെ എല്ലാ പ്രൊഡക്ട്സും ടെസ്റ്റേഴ്സ് അവൈലബിൾ ആയിരുന്നു. സോ നമുക്ക് സ്വാച്ച് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാം. ഈവൻ കോട്ടൺ പാഡ്സും ടിഷ്യൂസും മേക്കപ്പ് റിമൂവർ വൈപ്സും എല്ലാം അവൈലബിൾ ആയിരുന്നു കേട്ടോ. നല്ലൊരു കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്തത്. പിന്നെ മെയിൻ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയത് നോ സ്റ്റാഫ് ഇൻ്റർഫിയറൻസ്. നമുക്ക് ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് അവരെ വിളിച്ച് അവരോട് ഹെൽപ്പ് ചോദിക്കാം. അതല്ലാതെ അവർ നമ്മുടെ എപ്പോഴും പുറകെ നടക്കുമോ, നമ്മളത് അപ്ലൈ ചെയ്യാണോ, നമ്മളത് എടുത്തു നോക്കുകയാണോ, എന്താ ചെയ്യുന്നതെന്നൊന്നും നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലൈക്ക് ഐ ഫെൽറ്റ് ഫ്രീ. എനിക്ക് മാത്രമാണ് ഈ ഒരു പ്രോബ്ലം എന്ന് എനിക്കറിയില്ല. ഈവൻ നൈക്ക സ്റ്റോറിൽ പോയാലും സെഫോറ സ്റ്റോറിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 1-2 സ്റ്റാഫ്സ് നമ്മുടെ അടുത്തോട്ട് കൂടി വരും. എന്നിട്ട് എന്താ വേണ്ടത്, എന്താ ചെയ്യേണ്ടത്, അവരടുത്ത് നിന്ന് നോക്കി പെറുക്കിയൊക്കെ ചെയ്തു തരാം. മേ ബി അത് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പക്ഷെ എനിക്കെന്തോ അത് ഭയങ്കര എന്താ പറയുക, ആരോ ഒരാളിങ്ങനെ കൂടെ നിന്ന് മോണിറ്റർ ചെയ്യുന്ന പോലെ തോന്നും, വിച്ച് ഐ ഡു നോട്ട് ലൈക്ക്. ചില സമയത്ത് ആ ഒരു കാരണം കൊണ്ട് തന്നെ എനിക്ക് ഈ നൈക്ക സ്റ്റോറിലൊക്കെ പോയിട്ട് സ്വാച്ച് ചെയ്ത് നോക്കാനൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ആ പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. വി വർ ലെഫ്റ്റ് ഫ്രീ. നമുക്ക് ഇഷ്ടമുള്ള സാധനം എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള സാധനം ടെസ്റ്റ് ചെയ്ത് നോക്കാം, നമുക്കത് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ടു അസ്. ഓക്കെ, സോ അതെനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ. ചിലവർ ലിപ്സ്റ്റിക്സ് ഒക്കെ ലിപ്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഐ വുഡ് നോട്ട് പേഴ്സണലി റെക്കമെൻഡ് ദാറ്റ് ടു ബി ഓണസ്റ്റ്, ബിക്കോസ് പലവരും ലിപ്സിൽ അപ്ലൈ ചെയ്യുന്നതല്ലേ. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് വെരി ഹൈജീനിക് ടു ഡു ദാറ്റ്. ഇറ്റ് വുഡ് ബി ബെറ്റർ നമ്മളൊന്ന് കയ്യിൽ സ്വാച്ച് ചെയ്ത് നോക്കുക എന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി ബെറ്റർ കേട്ടോ. സ്പെഷ്യലി ലിപ്സ്റ്റിക്സ്, ലിപ് ഗ്ലോസ്, ലിപ് ബാംസ്, അതുപോലെ സംഭവമാണ്. ഇനി ഞാൻ കണ്ട കുറച്ച് പുതിയ ന്യൂ ലോഞ്ചസിനെ കുറിച്ച് പറയാം കേട്ടോ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ലിപ്സ്റ്റിക്. കുറേ പുതിയ ലിപ്സ്റ്റിക്സ് ഉണ്ടായിരുന്നു. ബ്ലറിറ്റ് എന്ന് പറഞ്ഞ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ തന്നെ
സ്റ്റിക്ക് ഫോമിലുള്ള ലിപ്സ്റ്റിക്കും ഉണ്ടായിരുന്നു. ദാറ്റ് ഇസ് റിട്രാക്റ്റബിൾ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും ഉണ്ടായിരുന്നു. പിന്നെ ലിപ്പ് ലോക്ക് എന്ന് പറഞ്ഞൊരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ലൈക്ക് എ റിട്രാക്റ്റബിൾ ക്രയോൺ കൈൻഡ് ഓഫ് ഫോമിലാണ് ഉണ്ടായിരുന്നത്. ക്ലിക്ക് ഇറ്റ് ഹൈ ഷൈൻ എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. ഒരു ഗ്ലോസും അല്ല ലിപ്സ്റ്റിക്കും അല്ല, അതിൻ്റെ ഒരു ഹൈബ്രിഡ് ബട്ട് ഇൻ എ സ്റ്റിക്ക് ഫോം. സോ അതുപോലത്തെ ഒരു സംഭവമായിരുന്നു. ഇറ്റ് വാസ് വെരി ഗ്ലോസി. ഞാനത് മേടിക്കാൻ നല്ല ടെംപ്റ്റഡ് ആയിരുന്നു ടു ബി ഓണസ്റ്റ്. നല്ല ഷെയ്ഡ്സും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഭയങ്കര ഗ്ലോസി ആയിരുന്നു. ഓഫ് കോഴ്സ് ഐ ന്യൂ ഇറ്റ് വിൽ ട്രാൻസ്ഫർ. ആൻഡ് ഞാൻ അധികം ഗ്ലോസ് വേറെ ചെയ്യാത്തതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു വേണ്ട എന്ന്. സോ അത് ഞാൻ മേടിച്ചിട്ടില്ല. പിന്നെ ലിപ്പ് ഓയിൽസ് ഉണ്ടായിരുന്നു. പുതുതായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു. നല്ല കളേഴ്സ് ഉണ്ടായിരുന്നു. ചില നല്ലപോലെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്പ് ഓയിൽസും ഉണ്ടായിരുന്നു. മൈൽഡ്ലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്പ് ഓയിൽസും ഉണ്ടായിരുന്നു. സോ വി ക്യാൻ ചൂസ് അക്കോർഡിംഗ് ടു അവർ പ്രിഫറൻസ്. പിന്നെ PH ലിപ്പ് പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. ദാറ്റ് ഇസ് ദി കളർ ചേഞ്ചിങ് ലിപ്പ് പ്രോഡക്ട്സ്. അതും ഈ പറഞ്ഞ പോലെ 2 ഡിഫറെൻറ്റ് ഫോമിൽ ഉണ്ടായിരുന്നു. ദാറ്റ് ഇസ് ലിപ്പ് ഓയിൽസ് ആയിട്ടും ഉണ്ടായിരുന്നു. PH കളർ ചേഞ്ചിങ് ലിപ്പ് ഓയിൽസ് ആൻഡ് PH കളർ ചേഞ്ചിങ് ലിപ്പ് സ്റ്റിക്കിലും ഉണ്ടായിരുന്നു കേട്ടോ. 2-3 വേരിയൻസിലൊക്കെ അവൈലബിൾ ആയിരുന്നു. ഞാനതിൽ ഒരു ഗ്രീൻ വൺ സ്വാച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് റിയലി നൈസ്. ഒരു നല്ല പിങ്ക് ഷെയ്ഡായിട്ടാണ് അത് ചേഞ്ച് ചെയ്തത്. എനിക്ക് ഓൾറെഡി ഒരു PH പ്രോഡക്റ്റ് ഉണ്ട്. സോ ഇനിയും ഒരു PH പ്രോഡക്റ്റ് ഓൺ ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് തോന്നിയതുകൊണ്ട് ഐ ആക്ച്വലി സ്കിപ്ഡ് ഓൺ. പിന്നെ വേറെ കുറേ പുതിയ മേക്കപ്പ് പ്രോഡക്ട്സ് കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രേറ്റിംഗ് പ്രൈമർ ഉണ്ടായിരുന്നു. സോ ഐ ഹാവ് ബോട്ട് ഇറ്റ്. ഐ വിൽ കം ടു ഇറ്റ് ലേറ്റർ. ഓക്കെ, സ്കിൻ ടിൻറ്റും ഉണ്ടായിരുന്നു. സ്റ്റിക്ക് ഫോമിലുള്ള ഫൗണ്ടേഷനും ഉണ്ടായിരുന്നു. അല്ലാതെ ലിക്വിഡ് ഫൗണ്ടേഷനും ഉണ്ടായിരുന്നു കേട്ടോ. സോ ഇത് 3 ബേസ് പ്രോഡക്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് സ്കിൻ ടിൻസ് കുറച്ച് നാളായിട്ടുള്ളതാണ്. ഈ സ്റ്റിക്ക് ഫൗണ്ടേഷൻ ആൻഡ് ദി അതർ ഫൗണ്ടേഷൻ ഇസ് ന്യൂ. ഇതിൽ കളർ മാച്ച് ഒരു വലിയ പ്രശ്നമാണ്. ഐ തിങ്ക് എല്ലാം ഒരു 5 to 6 ഷെയ്ഡ്സിലൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്കിൻ ടിൻസിൽ ഉണ്ടായിരുന്ന ഷെയ്ഡ്സ് ഒക്കെ കുറച്ചുകൂടെ ലൈറ്റർ ആയിരുന്നു. എൻ്റെ സ്കിൻ ടോണായിട്ട് ചേരുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്റ്റിക്ക് ആൻഡ് ദി ലിക്വിഡ് ഫൗണ്ടേഷനിൽ എൻ്റെ സ്കിൻ ടോണിനെക്കാളും ഡാർക്കർ ആയിട്ടുള്ള ഒരു കളർ, ദാറ്റ് ഇസ് ലാസ്റ്റ് കളർ, കുറച്ചുകൂടെ നല്ല ഒലിവ് ന്യൂട്രൽ ടാൻ അണ്ടർടോണിൽ വരുന്ന ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടായിരുന്നു കേട്ടോ. ദാറ്റ് ഇസ് ലാസ്റ്റ് ഷെയ്ഡായിട്ട് വരുന്നത്. പക്ഷെ അതിൻ്റെ തൊട്ട് മുന്നിലത്തെ ഷെയ്ഡ്സ് ഒക്കെ എൻ്റെ സ്കിൻ ടോണിനെക്കാളും നല്ല ലൈറ്ററും ആയിരുന്നു. ഞാനത് മേടിച്ച് വർക്കൗട്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ 2 എണ്ണം മേടിച്ച് മിക്സ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഐ സ്കിപ്ഡ് ഓൺ ഇറ്റ്. എൻ്റെ ഒരു ഷെയ്ഡ് എനിക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഓർ എൻ്റെ ഒരു സ്കിൻ ടോണായിട്ട് സിമിലർ ആയിട്ടുള്ളതും എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. with which I could work. It was either too light or too dark. പിന്നെ സെറ്റിംഗ് മിസ്റ്റും ഞാൻ കണ്ടു കേട്ടോ. നെക്സ്റ്റ് ബോഡി കെയറിൽ നോക്കുകയാണെങ്കിൽ അവർക്കൊരു ഫേസ് ആൻഡ് ബോഡി ഷിമർ മിസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് നൈസ്. പിന്നെ വിപ്ഡ് മൂസ് ബോഡി ഷവർ ജെല്ല് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. സ്കിൻ കെയറിൽ ഞാൻ കുറച്ച് ടോണേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഗൈക്കോളിക് ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ടോണേഴ്സ് ഉണ്ടായിരുന്നു. പുതിയ SPF 50 സൺസ്ക്രീൻ ഉണ്ടായിരുന്നു. ആൻഡ് ഐ സോ വൈറ്റമിൻ C ജെല്ലോ സംതിങ് ലൈക്ക് ദാറ്റ്, അതും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കിൻ കെയറിൽ പുതുതായിട്ട് ഞാൻ കണ്ട ഇതൊക്കെയാണ്. പക്ഷേ സൂഡിയോ മേക്കപ്പ് ഞാൻ റെക്കമെൻഡ് ചെയ്താലും സൂഡിയോ സ്കിൻ കെയർ ഐ വുഡ് നോട്ട് പേഴ്സണലി റെക്കമെൻഡ്. ബിക്കോസ് ഒന്നാമത് ഇതൊക്കെ ഭയങ്കര ഹൈലി ഫ്രേഗ്രൻസ്ഡ് പ്രൊഡക്റ്റാണ്. സോ എൻ്റെ സ്കിൻ ടൈപ്പിന് എന്തായാലും പറ്റത്തില്ല. ഞാൻ സൂഡിയോ സ്കിൻ കെയർ ട്രൈ ചെയ്യില്ല കേട്ടോ. എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ്സ് ഒക്കെ ഉള്ള ടോണേഴ്സ് ഒക്കെ വിത്ത് ഫ്രേഗ്രൻസ് യൂസ് ചെയ്യാൻ നേരത്തെ ഐ തിങ്ക് യു ഷുഡ് ബി ലിറ്റിൽ കെയർഫുൾ. ഇതുവരെ യൂസ് ചെയ്യാത്തവർക്കാണെങ്കിൽ എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത് ഐ എം സ്കെപ്റ്റിക്കൽ. ഐ വുഡ് പേഴ്സണലി സജസ്റ്റ് ടു പീപ്പിൾ സ്കിൻ കെയർ വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. ന്യൂ സെക്ഷൻ ദാറ്റ് ഇസ് ഹെയർ കെയർ. ഹെയർ കെയറിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ. ഹെയർ മാസ്കും ഹെയർ സീറമും ഡ്രൈ ഷാമ്പൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് വേരിയൻസിൽ ഹെയർ മാസ്ക് അവൈലബിൾ ആണ്. ഞാൻ അവിടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഐ മേക്കപ്പ് സെഷനിൽ ഞാൻ അത്യാവശ്യം കുറച്ച് പുതിയ ലോഞ്ചസ് കണ്ടിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി പുതിയ ലോഞ്ച് അല്ലെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അവരുടെ കാജൽസിലും ഐലൈനേഴ്സിലൊക്കെ പുതിയ നല്ല ഷെയ്ഡ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാജലിൽ ഒരു പേർപ്പിൾ ഷെയ്ഡ് ഉണ്ടായിരുന്നു. കുറച്ച് നല്ലൊരു പോപ്പ് ഓഫ് പേർപ്പിൾ പോലത്തെ ഒരു ഷെയ്ഡായിരുന്നു. പിന്നെ ഷിമറി ഷെയ്ഡ്സിലുള്ള ഡൾ ഗോൾഡും കോപ്പറും ഒക്കെ ഉള്ള കാജൽസും ഉണ്ടായിരുന്നു. പിന്നെ ഐ ഗ്ലോസ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു വെറ്റ് ഗ്ലോസി എഫക്റ്റ് ഇടയ്ക്കൊന്ന് ഹിറ്റായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഐലിഡ്സിൽ ആ ഒരു ഗ്ലോസി എഫക്റ്റ് തരുന്ന അത് ബേസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. ഒരു ഗ്ലോസി കൈൻഡ് ഓഫ് ഷിമർ പാർട്ടിക്കിൾസ് ഉള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. പിന്നെ പെർഫ്യൂംസ് ആൻഡ് നെയിൽ പോളിഷസ് ഒരു ന്യൂ ടൈപ്പ് ഞാൻ കണ്ടു കേട്ടോ. അല്ലാതെ വേറെ പുതിയ ലോഞ്ചസ് ഒന്നും കണ്ടില്ല. പെർഫ്യൂംസിൽ കുറേ പുതിയ പെർഫ്യൂംസ് ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഞാൻ പുതുതായിട്ട് കണ്ട ന്യൂ ലോഞ്ചസ് ഇൻ സൂഡിയോ ബ്യൂട്ടി സ്റ്റോർ. ഇനി ഞാൻ അവിടെ നിന്ന് മേടിച്ച പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് പെർഫ്യൂം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു പെർഫ്യൂം പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സൂഡിയോ നോ ഫിൽറ്റർ പെർഫ്യൂമാണ്. ഇത് മെൻസ് പെർഫ്യൂമാണ്.
ഇറ്റ്സ് എ റിയലി റിയലി നൈസ് പെർഫ്യൂം കേട്ടോ. ഭയങ്കര നല്ലൊരു സെൻറ്റാട്ടോ. എനിക്കെന്തോ ജനറലി മെൻസ് പെർഫ്യൂംസ് ഒക്കെ കുറച്ചുകൂടി ഇഷ്ടമാണ്. ഫ്ലോറൽ കൈൻഡ് ഓഫ് പെർഫ്യൂംസ് ആർ നോട്ട് മൈ തിങ്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി സെലക്ട് ചെയ്തതാണിത്. നല്ലൊരു ബോട്ടിലും ആണ് കേട്ടോ. സീ ഹൗ നൈസ് ഇറ്റ് ലുക്സ്. ബ്ലൂ കളർ ഗ്ലാസ് ബോട്ടിൽ ആൻഡ് ബാക്കിലൊരു ടെക്സ്ചർ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സം കൈൻഡ് ഓഫ് ടെക്സ്ചർ ആണ് കേട്ടോ. ഇറ്റ്സ് റിയലി നൈസ്. ഒരു ലക്സ് ഫീലിംഗ് ഉണ്ട്. ആൻഡ് ദിസ് റീറ്റെയിൽസ് ഫോർ 299 rupees. അടുത്തത് ഞാൻ വാങ്ങിച്ച ഒരു ബോഡി കെയർ ഐറ്റം ഇതാണ്. ഇത് സുഡിയോൻ്റെ വിപ്ഡ് ഫോം ഷവർ മൂസ് ആണ്. ദിസ് ഇസ് ഇൻ ദി വേരിയൻറ്റ് ബെറി പോപ്പ്. 3 ഡിഫറെൻറ്റ് വേരിയൻസിൽ ഇത് അവൈലബിൾ ആയിരുന്നു. ഞാൻ എടുത്തത് ബെറി പോപ്പ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ആൻഡ് ദിസ് സ്മെൽസ് സോ ഗുഡ്. ശരിക്കും ഒരു ഐസ്ക്രീം കൈൻഡ് ഓഫ് സെൻറ്റ് ആട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു ബ്ലൂ കളർ ഫോമിലാണ് വരിക. നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യാൻ നേരത്ത് നല്ല ഫോം ആയിട്ടാണ് ഇത് വരിക കേട്ടോ. ആസ് ദി നെയിം സജസ്റ്റ് ഇതൊരു വിപ്ഡ് ഫോം ഷവർ മൂസ് ആണ്. ബേസിക്കലി നമ്മുടെ ഷവർ ജെല്ലിന് പകരം യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്. ഞാൻ ഒരു തവണ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ് വാസ് നൈസ്. ഓക്കെ, ഞാൻ ഇത് യൂസ് ചെയ്ത് എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു ഡ്രൈയിങ് കൈൻഡ് ഓഫ് ഫോമിലൊന്നുമല്ല, നല്ല സെൻറ്റും ആണ്. നല്ലൊരു പ്രോഡക്റ്റ് ആട്ടോ. ദിസ് റീറ്റെയിൽസ് ഫോർ 149 rupees. അടുത്തത് ഹെയർ കെയർ പ്രോഡക്റ്റ് ആണ്. ദിസ് ഇസ് ദി വൺ. ഇത് സുഡിയോൻ്റെ ഡ്രൈ ഷാംപൂ ആണ്. ഇൻസ്റ്റൻറ്റ് റീഫ്രഷ് ആൻഡ് വോളിയൂം ബൂസ്റ്റ് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. സോ ഐ കനോട്ട് സേ ഹൗ ദിസ് വർക്ക്സ്. മേ ബി ഐ ഡു എ ഷോർട്ട്. ഓക്കെ, ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ നേരത്ത് ഞാനൊരു ഷോർട്ട്സ് വീഡിയോ പറ്റുകയാണെങ്കിൽ ഫിലിം ചെയ്തിട്ടില്ല കേട്ടോ. 100 gram ഓഫ് പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ദിസ് റീറ്റെയിൽസ് ഫോർ 149 rupees. അടുത്തത് വീണ്ടും ഒരു ഹെയർ കെയർ പ്രൊഡക്റ്റ് ആണ്. ഇത് ഹെയർ മാസ്ക് ആണ്. ഞാൻ സെലക്ട് ചെയ്തത് ഷൈൻ എൻറിച്ച്ഡ് വിത്ത് കെരാറ്റിൻ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഇതിൽ 20 ml ഓഫ് പ്രൊഡക്റ്റ് ആണ് ഉള്ളത്. ആൻഡ് ദിസ് റീറ്റെയിൽസ് ഫോർ 99 rupees. ഓൾമോസ്റ്റ് ഇത്രയും പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നല്ലപോലെ ജനറസ്ലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതൊരു യൂസിനുള്ളതേ ഉള്ളൂ. ഓർ കുറച്ച് പിശുക്കി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മേ ബി 2 uses. ദാറ്റ്സ് ഇറ്റ്. 99 rupees കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് 1 or 2 uses മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ കേട്ടോ. അതുകൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും വാങ്ങാൻ. ഓഫ് കോഴ്സ് ഞാനിത് ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്തിട്ട് മേ ബി ഐ ലെറ്റ് യു നോ. അടുത്തൊരു പ്രൊഡക്റ്റ് അനാവശ്യമായിട്ട് ഞാൻ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ്. ഓഫ് കോഴ്സ് ഞാനും ഒരു സിമ്പിൾ ഗേളാണ്. ചില അൺനെസസറി പ്രൊഡക്ട്സ് കാണുമ്പോൾ ഞാനും എക്സൈറ്റഡ് ആവും. അതാണ് ഈ ഒരു പ്രൊഡക്റ്റ് കേട്ടോ. ഇത് ലിപ്പ് മാസ്ക് ആണ്. ചുമ്മാ കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റിക്ക് 50 രൂപയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അനാവശ്യമായിട്ട് മേടിച്ചൊരു സാധനമാണിത്. ഇത് കാര്യമായിട്ടൊന്നും പെർഫോം ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനൊന്നും എനിക്കില്ല. വീണ്ടും ഞാൻ അഡ്മിറ്റ് ചെയ്യാണ്, ക്യൂട്ട്നെസ്സിൻ്റെ പേരിൽ മാത്രം മേടിച്ചൊരു സാധനമാണിത്. ഓഫ് കോഴ്സ് പൗഡർ പഫ്സ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ എപ്പോൾ മേക്കപ്പ് ചെയ്യാൻ നേരത്ത് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് പൗഡർ പഫ്. ഞാൻ ആവശ്യത്തിനും കൂടുതൽ അതിനെ ഹൈപ്പപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. യൂസ് ആവില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എനിക്ക് ഓൾറെഡി ആവശ്യത്തിന് പൗഡർ പഫ്സ് ഉണ്ട്. ആൻഡ് എനിക്ക് സൂഡിയോന്ന് തന്നെ ഉള്ളൊരു പൗഡർ പഫ് ബാക്കപ്പ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തിനിത് മേടിച്ചു എന്ന് ചോദിച്ചാൽ ക്യൂട്ട് ഹാർട്ട് ഷേപ്പിലുള്ള ഈ ഒരു പഫ് കണ്ട് എനിക്ക് ഒട്ടും റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കീഴടങ്ങി. എൻ്റെ റെസിസ്റ്റൻസിൻ്റെ മുന്നിൽ ഞാൻ കീഴടങ്ങി ഇത് മേടിച്ചു. ഓഫ് കോഴ്സ് ഈ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള പൗഡർ പഫിന് വേണ്ടി മാത്രമാണ് ഞാനിത് മേടിച്ചത്. പക്ഷേ ഇതെനിക്ക് യൂസ് ആവും കേട്ടോ, അതുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല. അടുത്ത നമ്മുടെ മെയിൻ സംഭവത്തിലോട്ട് കടക്കാം. മേക്കപ്പ്. ഞാൻ നേരത്തെ പുതിയ പ്രൊഡക്ട്സിനെ കുറിച്ച് പറയാൻ നേരത്തെ വിട്ടുപോയൊരു സാധനം ഉണ്ടായിരുന്നു, കൺസീലേഴ്സ്. ഞാൻ അവിടെ കൺസീലേഴ്സും കണ്ടിട്ടുണ്ടായിരുന്നു. 4 different ഷെയ്ഡ്സിലായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് എല്ലാം കൈൻഡ് ഓഫ് ലൈറ്റർ ഷെയ്ഡ്സ് ആയിരുന്നു. ദെയർ വാസ് നത്തിങ് ദാറ്റ് കുഡ് സൂട്ട് മീ. സോ ഓഫ് കോഴ്സ് ഞാനൊന്ന് മേടിച്ചില്ല. അപ്പം ഞാൻ മേടിച്ച മേക്കപ്പ് പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഇതാണ്. ഇത് സൂഡിയോൻ്റെ ഹൈഡ്രേറ്റ് പ്രൈമറാണ്. ദിസ് ഹാസ് ഗ്ലിസറിൻ ആൻഡ് വൈറ്റമിൻ ഇ എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര ഒരു സ്മൂത്ത് സിലിക്കോണി വെൽവെറ്റി കൈൻഡ് ഓഫ് ടെക്സ്ചറായിരുന്നു. ജനറലി ഹൈഡ്രേറ്റിംഗ് പ്രൈമേഴ്സ് ക്ലെയിം ചെയ്താൽ കുറച്ചുകൂടി ഒരു ക്രീമി മോയ്സ്ചറൈസർ ടൈപ്പ് ആയിരിക്കും. പക്ഷേ ഇത് ഒരു സിലിക്കോൺ ബേസ്ഡ് പ്രൈമർ പോലെയാണ് പെർഫോം ചെയ്തത്. ഇതിൽ ആക്ച്വലി സിലിക്കോൺ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് മെൻഷൻഡ് അല്ല. ഇതും ഒരു റീസണാണ് ഞാൻ സ്കിൻ കെയർ ഇവിടുന്ന് മേടിക്കണ്ട എന്ന് വിചാരിക്കാനുള്ള ഒരു റീസൺ ഇതും കൂടി ആട്ടോ. ദാറ്റ് ഈസ് ഇൻഗ്രീഡിയൻസ് മെൻഷൻഡ് അല്ല. ഓക്കെ, ഐ ഡോണ്ട് നോ ഇഫ് ദിസ് റിയലി ഹാസ് സിലിക്കോൺ ഇൻ ഇറ്റ്. എനിക്ക് കിട്ടിയൊരു ഫീലിൽ നിന്ന് ഐ തിങ്ക് ഇറ്റ് ഹാസ് സിലിക്കോൺസ്. ഓക്കെ, ഒരു സിലിക്കോണി ബ്ലറിങ് പോർ മിനിമൈസിങ് പ്രൈമറിനുള്ളൊരു
ടെക്സ്ചറാണ് ഇതിനുള്ളത്. ഇതിൽ ഫ്രേഗ്രൻസ് ഉണ്ട്, പക്ഷേ ഇറ്റ്സ് നൈസ്. ഇന്ന് ഈ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഇറ്റ് ഫെൽറ്റ് നൈസ്. ഓക്കെ, ഒരു ലൈറ്റ് ഒരു ബ്ലറിങ്, ഒരു ഗ്രിപ്പിംഗ് കൈൻഡ് ഓഫ് ഒരു പ്രൈമറാണ്. അങ്ങനെ ഒരു പോർ മിനിമൈസിങ് എഫക്റ്റ് ഒന്നും കണ്ടില്ല, പക്ഷെ നല്ലൊരു സ്മൂത്തനിങ്, ഒരു ബ്ലറിങ് എഫക്റ്റ് കണ്ടു കേട്ടോ. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ ഐ കൈൻഡ് ഓഫ് ലൈക്ക് ഇറ്റ്. നെക്സ്റ്റ് ഒരു ലിപ്പ് ഓയിൽ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ജ്യൂസി ലിപ്പ് ഓയിലാണ് ആൻഡ് ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് കൊക്കോ സൺഡേ. ഒരു റെഡിഷ് ബ്രൗൺ കൈൻഡ് ഓഫ് ഒരു കളറാട്ടോ, കൂടുതലും റെഡ് റസ്റ്റ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ബട്ട് ഇറ്റ്സ് എ നൈസ് ലിപ്പ് ഓയിൽ. ഞാനത് ഇന്നലെ ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ ഒന്ന് ടെസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് നൈസ്. ലിപ്സ് ചാപ്ഡ് ഓർ ക്രാക്ക് ഒക്കെ ആവാതെ നോക്കും. റിമൂവ് ചെയ്യാൻ നേരത്തെ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലെയർ ഫോം ചെയ്യുന്ന പോലെ. ഓക്കെ, ദാറ്റ് ഇസ് ലിപ്സിൻ്റെ മുകളിൽ നമ്മൾ എന്തോ ഒരു ലെയർ ഇട്ടൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇത് റിമൂവ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു. ദാറ്റ് ഇസ് ആ ഒരു ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് റിമൂവ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് കൊണ്ട് റിമൂവ് ചെയ്തിട്ട് ഒരു ഫിലിം പോലെ എനിക്ക് ഫീൽ ചെയ്തു ലിപ്സിൽ. I would say lip oils are not supposed to feel this way, പക്ഷേ ഒരു ലിപ്പ് ഗ്ലോസ് കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ് എനിക്ക് ഇതിൽ നിന്ന് കൂടുതൽ കിട്ടിയത് കേട്ടോ. സോ ദാറ്റ് ഇസ് വാട്ട് ഐ ഫീൽ. ഇത് അധികം പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ്പ് ഗ്ലോസ് അല്ല, ഒരു മീഡിയം ലോ പിഗ്മെൻറ്റഡ് ലിപ്പ് ഗ്ലോസ് ആണ്. സോ നമ്മുടെ ലിപ്സിലെ പിഗ്മെൻറ്റേഷൻ ഒക്കെ കാണും. ഇതിൽ കുറച്ച് ഷെയ്ഡ്സ് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഒരു 3-4 എണ്ണം കുറച്ച് നല്ലപോലെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഷെയ്ഡ്സും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അത് വേണമെങ്കിലും ട്രൈ ചെയ്യാം. ലിപ്പ് ഓയിൽ എന്നതിനെക്കാളും കൂടുതൽ ഐ വുഡ് സേ ദിസ് ഇസ് മോർ ഓഫ് എ ലിപ്പ് ഗ്ലോസ്. അടുത്ത ലാസ്റ്റ് പ്രോഡക്റ്റ് ഇസ് ദിസ് വൺ. ഇത് സൂഡിയോൻ്റെ ബ്ലറിറ്റ് ലിപ്പ് കളറാണ് and I have it in the shade Velvet Touch BR02. This retails for 199 rupees. Initially swatch ചെയ്ത് നോക്കിയപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു ബ്രൗണർ, കുറച്ചൊരു വാം ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡ് ആയിരുന്നു. പക്ഷേ ഇത് അപ്ലൈ ചെയ്ത് സെറ്റിൽ ഡൗൺ ആവാൻ നേരത്തെ ഇത് കുറച്ചുകൂടി ഒരു പീച്ചി ഷെയ്ഡ് ആവുന്നുണ്ട് കേട്ടോ. ഇതൊരു ബ്രൈറ്റ് ഷെയ്ഡായിട്ടാണ് സെറ്റിൽ ഡൗൺ ആവുന്നത്. അതുകൊണ്ട് ഐ ഫീൽ ദിസ് വർക്ക്സ് ബെറ്റർ ഫോർ മീ വിത്ത് എ ലിപ്പ് ലൈനർ. ബ്ലറിറ്റ് എന്നുള്ള പേര് കേൾക്കുമ്പം ഒരു ബ്ലറി കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസി ആണോ, ഒരു കൊറിയൻ ലിപ്റ്റിൻ പോലെ ആണോ എന്ന് തോന്നും, പക്ഷെ അല്ല കേട്ടോ. ഇതൊരു മൂസ് കൈൻഡ് ഓഫ് ഫോമുലയാണ്. ഫോമുല നല്ലതാണ്, അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്ത് ലിപ്സിൻ്റെ നടുക്കുന്ന് ഫെയ്ഡ് ആവുന്നുണ്ട് കേട്ടോ. ഇവരുടെ തന്നെ ഒരു ലിപ്പ് മൂസ് അവൈലബിൾ ആണ് സെയിം പാക്കേജിങ്ങിലുള്ളത്. അതുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ഫോമുലയാണിത്. ഒരു മാറ്റ് ഫിനിഷ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് കംഫർട്ടബിൾ ആണ് കേട്ടോ ലിപ്സിൽ. സോ ദാറ്റ് ഇസ് ലൈക്ക് എ പ്ലസ്. ഇത്തവണ ഞാൻ മേടിച്ച പ്രൊഡക്ട്സിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഐ വുഡ് ലൈക്ക് ടു ഹോണറബിളി മെൻഷൻ ഒരു പ്രൊഡക്റ്റ് കൂടെ. കഴിഞ്ഞ തവണ ഞാൻ മേടിച്ചായിരുന്നു ഇതും കൈൻഡ് ഓഫ് പുതിയ ഒരു ലോഞ്ച് തന്നെയാണ്. എനിക്കൊന്ന് 2 months എന്തോ ആയിട്ടുള്ള ഇത് ലോഞ്ച് ചെയ്തിട്ട്. ഇത് സൂഡിയോൻ്റെ ഗ്ലാം ഗ്ലൈഡ് ഐ ഷാഡോ സ്റ്റിക്കാണ് കേട്ടോ. ഇത് 4 ഡിഫറെൻറ്റ് വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റെ ഉള്ളത് ഷാംപെയിൻ 01 എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. ഇതൊരു അടിപൊളി ഷെയ്ഡാണ്. കൈൻഡ് ഓഫ് ഒരു ബ്രോൺസ് ഷാംപെയിൻ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഞാനിപ്പോൾ ഇത് ഐസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡസ്കി ടാൻ സ്കിൻ ടോണൊക്കെ ഉള്ളവർ ഐലിഡ്സ് ഡാർക്കർ ആയിരിക്കും. സോ നമ്മൾ കൺസീൽ ഒന്നും ചെയ്യാതെ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് വെരി ലൗഡ്, ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ട് എന്തോ ഇട്ട പോലെ ഫീൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. നമ്മൾ ഇതിട്ട് കുറച്ച് ബ്ലെൻഡിങ് ചെയ്ത് കഴിയുമ്പം ഇത് ഒരു ഷിമറി കൈൻഡ് ഓഫ് എഫക്റ്റ് ഫീൽ ചെയ്യുകയും ചെയ്യും. പക്ഷെ കണ്ടപാടെ ദാറ്റ് ഇസ് ഐ ഷാഡോ, ആ ഒരു കൈൻഡ് ഓഫ് ഫീൽ ഇത് പ്രൊവൈഡ് ചെയ്യത്തില്ല കേട്ടോ. നല്ലൊരു ക്രീമി ആയിട്ടുള്ള കുറച്ച് ബട്ടറി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഈസി ടു അപ്ലൈ ആണ്. ജസ്റ്റ് കണ്ണിൻ്റെ മുകളിലിട്ടിട്ട് കൈ കൊണ്ട് തന്നെ സ്പ്രെഡ് ഔട്ട് ചെയ്താൽ യു ആർ ഡൺ ഡസ്റ്റഡ്. സട്ടിലായിട്ട് മേക്കപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു പ്രൊഡക്റ്റാണിത്. ഐ റിയലി ലൈക്ക് ദിസ് പ്രൊഡക്റ്റ് കേട്ടോ. നിങ്ങൾ എൻ്റെ സ്കിൻ ടോൺ ഓർ ഡീപ്പർ സ്കിൻ ടോൺ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഐ തിങ്ക് യു ഷുഡ് ഡെഫിനറ്റ്ലി ഗിവ് ദിസ് എ ഷോട്ട്. ആൻഡ് ഐ തിങ്ക് 200 rupees നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ. സൂഡിയോ സ്റ്റോഴ്സിലും ഇതിൽ ചില പ്രോഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. സോ നിങ്ങൾക്ക് അവിടെ നിന്നും ഇത് വാങ്ങിക്കാം. അല്ലെങ്കിൽ സൂഡിയോ ബ്യൂട്ടി സ്റ്റോർ ചിലപ്പോൾ തുറക്കുമായിരിക്കും നിങ്ങളുടെ നാട്ടിൽ, ബിക്കോസ് സ്റ്റുഡിയോ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ടുഡേയ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഫുൾ ഫേസ് ഓഫ് സ്റ്റുഡിയോ മേക്കപ്പ് ലുക്ക് ചെയ്യണമെന്നാണെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്ത് അറിയിക്കാം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും